ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നേരത്തെ ഞാൻ ആക്ച്വലി നീ സ്റ്റേജിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് കണ്ണിങ്ങനെ വെള്ളമൊക്കെ വന്നിരുന്നു. ഞാൻ ആരും അറിയാതെ ഇങ്ങനെ ഞാൻ ആക്ച്വലി അവിടെ പോയി ഇരുന്നിട്ട് നോക്കുമായിരുന്നു. പക്ഷേ അവിടെ ഒന്ന് നിന്നപ്പോൾ ഇങ്ങനെ നോക്കി നിന്നു. രസമുണ്ടായിരുന്നു കാണാൻ. ഫസ്റ്റ് ഡേ ഞങ്ങൾ കോളേജിൽ ആദ്യമായിട്ട് ചെന്നു. ഫസ്റ്റ് ഡേ ഞാൻ ഫസ്റ്റ് വന്നിരുന്നത് ഇവളുടെ തൊട്ടടുത്താണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു, സിന്ധുവിന്റെ കല്യാണം ഫിക്സ് ചെയ്തു. ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ സോനു ആണെന്നും ഒക്കെ അറിഞ്ഞു. സിന്ധുവിനെ പറ്റി പറയുകയാണെങ്കിൽ അവള് എന്താ പറയാ, ഞങ്ങളുടെ ഒരു കുഞ്ഞു പെങ്ങള്. ഞാൻ നിൽക്കുന്നിടത്താണ് ആൾക്കൂട്ടം എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് തീർത്ഥയുടെ അവസ്ഥ. തീർത്ഥ നിൽക്കുന്നിടത്താണ് ആൾക്കൂട്ടം ഉണ്ടാവുന്നത്. നാച്ചുറലി തീർത്ഥത്തിനൊക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നിൽക്കാൻ കഴിയും. കാരണം യു ഡോണ്ട് ഹാവ് ടു ടോക്ക് മച്ച് എന്നൊരു സാധനം തീരത്തിലുണ്ട്. പിന്നെ ഐ തിങ്ക് ഷീസ് ഓൾവേസ് എ ഫൺ പേഴ്സൺ ടു ഹാങ് അറൌണ്ട് എപ്പോഴും. പിന്നെ സീരിയസ് ആവേണ്ട പോയിന്റ് സീരിയസ് ആവുന്ന ഒരു വ്യക്തിയാണ്. ഞാനാണ് സോനുവിനെ ചിന്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ സോനു വിചാരിച്ചു ഞാനാണ് അവന്റെ കൂടെ പഠിക്കുന്നതായിരുന്നു. ഇത്രയും വൃത്തികെട്ട റിയാക്ഷൻ. സോനുവിനെ എനിക്ക് ഭയങ്കര കാര്യമാണ്. പണ്ട് തൊട്ടേ ഭയങ്കര അടിപൊളിയാണ് ആള്, ഭയങ്കര അടിപൊളിയാണ്. Who fell in love first? ആരാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്? സോനുവിനെ പറ്റി ഫാമിലിയിൽ ആദ്യം അറിയുന്ന ആള് ഞാനാണ്. രണ്ടുപേരും ഒന്നിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ അവളെ കല്യാണമാണ്. ഇത്രയും ഡേയ്സ് നമ്മൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് എന്താ സിന്ധുവരം തൊട്ടപ്പോൾ ശരിക്കും ഭയങ്കര ഒരു കല്യാണം കഴിഞ്ഞു എന്നൊരു ഫീൽ. ഇന്ന് താലി കിട്ടിയെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്നൊരു ഫീൽ. സിന്ധുവിന്റെ കൈ പിടിച്ച് അവളുടെ ഭർത്താവായി കാണുമെന്ന് അന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല. വളരെ സന്തോഷമുണ്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലായതും അവർ നല്ല ഇഷ്ടത്തോടെ ജീവിക്കുന്നത് കാണാനും. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് രണ്ടുപേരെ അറിയാം. സോ ഹാപ്പി.
ആ ഇത് ഇപ്പൊ പറഞ്ഞ ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ്.